Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഹെമറ്റോളജി എന്നുള്ള സബ്ജക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെമറ്റോളജി ഏരിയയിൽ നിന്ന് PSCയിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 mm thickness of buffy coat approximately equal to total leukocyte count of about option A 1000, option B 5000, option C 10,000, option D 12,000. ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, 1 mm ബഫി കോട്ടിൻ്റെ തിക്നെസ് ഉണ്ടെങ്കിൽ അത് എത്ര ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ടിന് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ് 10,000 എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ബഫി കോട്ട് എന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ ആൻറ്റി കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ലെയർ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. താഴെ നമുക്ക് RBCൻ്റെ പാക്ക്ഡ് ആയിട്ടുള്ള RBC ആയിരിക്കും കിട്ടുക. ഇൻ ബിറ്റ്വീൻ ആയിട്ട് മുകളിൽ നമുക്ക് പ്ലാസ്മി ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ലെയറാണ് ബഫി കോട്ട് എന്ന് പറയുന്ന ലെയർ. താഴെ RBC മുകളിൽ പ്ലാസ്മയും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ബഫി കോട്ട് എന്ന് പറയുന്ന ലെയർ ഉണ്ടാവും. സോ ഈ ഒരു ബഫി കോട്ടിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ ബഫി കോട്ടിൽ ഏതൊക്കെ സെൽസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? മെയിൻലി WBCസും പ്ലേറ്റ്ലെറ്റും ആയിരിക്കും ഈ ബഫി കോട്ട് എന്ന് പറയുന്ന ലെയറിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു ബഫി കോട്ടിൻ്റെ തിക്നെസ് നമ്മൾ നോക്കാറുണ്ട്. ഈ ഒരു തിക്നെസ് ഒരു 1 mm തിക്നെസ് ആണെങ്കിൽ 1 mm തിക്നെസ് ഈ ബഫി കോട്ടിന് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഏകദേശം അതിൽ ഒരു 10,000 WBC, 1000 അല്ല 10,000 WBCs നമുക്ക് നോർമൽ കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് ഉണ്ടെന്നാണ്. അപ്പോൾ ഏകദേശം ബഫി കോട്ട് നോക്കിയിട്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ WBC കൗണ്ട് നോർമൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കറക്റ്റായിട്ടുള്ള എസ്റ്റിമേഷൻ അല്ല, ജസ്റ്റ് നമുക്ക് ഒരു 1 mm ബഫി കോട്ടിൻ്റെ ലെയർ ഉണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ലൂക്കോസൈറ്റ് കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ WBC കൗണ്ട് ഒരു 10,000 ആണ്. കാരണം നമുക്ക് ഒരു 9,000 to 11,000 ഒക്കെയാണ് നമ്മൾ നോർമൽ WBC കൗണ്ട്, ടോട്ടൽ WBC കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു 1 mm തിക്നെസ്സിൻ്റെ ഏകദേശം ആൾക്ക് നോർമൽ ആയിട്ടുള്ള WBC കൗണ്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. 1 mm ബഫി കോട്ടിൻ്റെ തിക്നെസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഏകദേശം 10,000 WBCs ടോട്ടൽ WBC കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇനി ചിലപ്പോൾ 1 mmന് പകരം 0.1 mm ഒക്കെ ചോദിക്കുക. അപ്പോൾ 0.1 mm ആകുമ്പം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റണം. അപ്പോൾ 0.1 mm ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അവിടെ 1000 ആവും, 1000 WBC ആവും. അപ്പോൾ പഠിച്ചു വെക്കേണ്ടത് 1 mm is equal to 10,000 WBC എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കൊയാഗുലേഷൻ ഫാക്ടർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഇൻട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ. ഓപ്ഷൻ എ ഫാക്ടർ 9, ഓപ്ഷൻ ബി ഫാക്ടർ 7, ഓപ്ഷൻ സി ഫാക്ടർ 8, ഓപ്ഷൻ ഡി ഫാക്ടർ 12. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻട്രിൻസിക് പാത്വേയിൽ, ബ്ലഡ് കൊയാഗുലേഷൻ പാത്വേയിൽ, ഇൻട്രിൻസിക് പാത്വേയിൽ ഇൻവോൾവ് ചെയ്യാത്ത കൊയാഗുലേഷൻ ഫാക്ടർ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, കൊയാഗുലേഷൻ ഫാക്ടർ 7 ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇൻട്രിൻസിക് പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഇൻട്രിൻസിക് പാത്വേ, എന്താണ് ഈ എക്സ്ട്രിൻസിക് പാത്വേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന, നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചാൽ ആ ഒരു സമയത്ത് നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലീക്ക് ആവും, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ആവും. സോ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന്, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നതിനെയാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നതല്ല, ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന്. ഓക്കെ, ആ ഒരു ബ്ലഡ് കൊയാഗുലേഷൻ പാത്വേയിൽ മെയിൻലി നമുക്ക് ഇൻട്രിൻസിക് പാത്വേ എന്നും എക്സ്ട്രിൻസിക് പാത്വേ എന്നും പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് റപ്ചർ പൊട്ടി, റപ്ചർ എന്നല്ല, അതിനെന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് ഈ ബ്ലഡ് ലീക്ക് ആവുന്നത് അല്ലേ. അപ്പം ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് ഈ ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ കോണ്ടാക്ട് ഫാക്ടർ പാത്വേ എന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. കോണ്ടാക്ട്
ഫാക്ടർ പാത്വേ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് പാത്വേ ആണ്. ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നല്ല, നമ്മൾ ബ്ലഡ് കൊയാഗുലേഷൻ ആൻഡ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഏരിയ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോണ്ടാക്ട് ഫാക്ടർ പാത്വേ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് പാത്വേ ആണ്. സോ നമ്മൾ ബ്ലഡ് ബ്ലീഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലഡ് വെസൽസ് ഉള്ള സെൽസ് നമ്മളെ കൊളാജനും ഡാമേജ്ഡ് എപ്പിത്തീലിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അങ്ങനെയാണ് ഈ ഒരു പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ബ്ലഡ് വെസൽസ് ആണ്. ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ കുറേ സെൽസുകൾ ഉണ്ടാവും. സോ ഈ ബ്ലഡ് വെസൽസ് ലൈൻ ചെയ്തിട്ടുള്ളത് എൻഡോത്തീലിയം ആയിരിക്കും. ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്തിട്ട് എൻഡോത്തീലിയം ആയിരിക്കും. സോ അവിടെ കൊളാജൻസ് ഒക്കെ പ്രസൻറ്റ്, സബ് എൻഡോത്തീലിയത്തിൽ കൊളാജനൊക്കെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെൽസുകൾ, അതായത് ഈ ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ ഇതിനുള്ളിലുള്ള സെൽസുകൾ എന്താവും, ഈ ഒരു കൊളാജനായിട്ടും ഡാമേജ്ഡ് ആയിട്ടുള്ള എൻഡോത്തീലിയമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഇൻട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ആവും. സോ അതുകൊണ്ട് നമുക്കതിനെ കോണ്ടാക്ട് ഫാക്ടർ പാത്വേ എന്ന് പറയാം. ഓക്കെ, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കും, ഇൻട്രിൻസിക് പാത്വേയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫാക്ടർ 12, ഫാക്ടർ 11, ഫാക്ടർ 9 ആൻഡ് ഫാക്ടർ 8. ഇൻട്രിൻസിക് പാത്വേയിലുള്ള ആരൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ വരും. ജസ്റ്റ് ഇൻട്രിൻസിക് പാത്വേയിലുള്ളത് ആരാന്ന് മാത്രമല്ല, പല രീതിയിൽ. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫാക്ടർ 12, 11, 9, 8. പിന്നെ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ടിഷ്യൂ ഫാക്ടർ പാത്വേ എന്നും പറയാം. കോണ്ടാക്ട് ഫാക്ടർ പാത്വേ ആയിരുന്നു ഇൻട്രിൻസിക് പാത്വേ എങ്കിൽ എക്സ്ട്രിൻസിക് പാത്വേനെ നമുക്ക് എന്ത് പറയാം, ടിഷ്യൂ ഫാക്ടർ പാത്വേ എന്ന് പറയാം. സോ ഇതെങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ടിഷ്യൂ ഡാമേജ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഇഞ്ചുറി പറ്റുന്ന സമയത്ത് അവിടുത്തെ ടിഷ്യൂസ് ഡാമേജ് ആവും അല്ലേ. ആ ടിഷ്യൂസ് ഒരു ടിഷ്യൂ ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ടിഷ്യൂ ഫാക്ടറുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ മെയിൻലി ഈ ടിഷ്യൂ ഫാക്ടറിനെയാണ് നമ്മൾ ഫാക്ടർ 3 എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫാക്ടർ 3യും ഉണ്ടാവും. ഫാക്ടർ 7 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എക്സ്ട്രിൻസിക് പാത്വേ ഫാക്ടർ 7, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ടിഷ്യൂ ഫാക്ടർ നിങ്ങൾ മറന്നുപോലെ, കാരണം ഓൾറെഡി അറിയാം എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഫാക്ടർ പാത്വേ ആണ്. അതും ടിഷ്യൂ ഫാക്ടറായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് എക്സ്ട്രിൻസിക് പാത്വേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഫാക്ടർ 3യും ഉണ്ടാവും, ഫാക്ടർ 7ഉം ഉണ്ടാവും. പിന്നെ കോമൺ പാത്വേ, ഇവ രണ്ടുപേരും വഴി ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനം അവസാനം നമുക്ക് അവിടെ ഫൈബ്രിൻ ത്രെഡ് ക്ലോട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവ രണ്ടുപേരും കൂടി ലാസ്റ്റ് കോമൺ പാത്വേയിലേക്ക് വരും. സോ കോമൺ പാത്വേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫാക്ടർ 10ൻ്റെ ആക്ടിവേഷൻ കാരണമാണ്. ഓക്കെ, ഇവിടെ ഇൻട്രിൻസിക് പാത്വേയിലുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ 8ഉം അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് പാത്വേയിലുള്ള ഫാക്ടർ 7ഉം കൂടി അവസാനം കോമൺ പാത്വേയിലേക്ക് വന്നിട്ട് ഫാക്ടർ 10നെ ആക്ടിവേറ്റ് ചെയ്യും. സോ അതിലാരൊക്കെയാണ് വരുന്നത്? യെസ്, ഫാക്ടർ 10, ഫാക്ടർ 5, ഫാക്ടർ 2 എന്ന് പറയുന്നത് പ്രോത്രോംബിൻ, ഫാക്ടർ 1 അതായത് ഫൈബ്രിനോജൻ, ലാസ്റ്റ് ഫാക്ടർ 13. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതിനേക്കാളും നമ്മൾ ആ പാത്വേ പഠിച്ചു വെക്കുക, എന്നിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം. ഓക്കെ, ഇതാ ഇൻട്രിൻസിക് പാത്വേ, എക്സ്ട്രിൻസിക് പാത്വേ. കോയാഗുലേഷൻ കാസ്കേഡ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ഡാമേജ് ആവുന്ന സമയത്ത് ബ്ലഡ് സെൽസ് ഈ ഡാമേജ്ഡ് എൻഡോത്തീലിയമായിട്ടും കൊളാജിനായിട്ടും എക്സ്പോസ്ഡ് ആകുമ്പോൾ ഇൻട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യും. അതിൽ ഫസ്റ്റ് ആക്ടിവേറ്റ് ആവുന്നത് ഫാക്ടർ 12 ആണ്. സോ ആ 12 ആക്ടിവേറ്റഡ് ഫാക്ടർ 12 ആവും, ആക്ടിവേറ്റ് ചെയ്യും. ആ ആക്ടിവേറ്റഡ് ഫാക്ടർ 12 11, 12, അത് കഴിഞ്ഞാൽ 11, അങ്ങനെയാണ് വരുന്നത്. 12 കഴിഞ്ഞാൽ 11 ആക്ടിവേറ്റ് ചെയ്യും. 11 ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യും? യെസ്, ഫാക്ടർ 9 ആക്ടിവേറ്റ് ചെയ്യും. 11 കഴിഞ്ഞാൽ പിന്നെ ഫാക്ടർ 9 ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 9 പിന്നെ 8നെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻട്രിൻസിക് പാത്വേ വരുന്നത്. ആദ്യം 12, ദെൻ 11, പിന്നെ 9, പിന്നെ 8. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ, നമ്മുടെ ടിഷ്യൂ ഡാമേജ് ആവുന്ന സമയത്ത് അവിടുന്ന് ടിഷ്യൂ ഫാക്ടർ റിലീസ് ആവും. ഈ ടിഷ്യൂ ഫാക്ടറാണ് ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? എക്സ്ട്രിൻസിക് പാത്വേ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ്ട്രിൻസിക് പാത്വേ എന്ത് ചെയ്യും? ആദ്യം ടിഷ്യൂ ഫാക്ടറായിട്ട് വന്നിട്ട് നമ്മൾ ഫാക്ടർ 7നെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ. ഫാക്ടർ 7 ആക്ടിവേറ്റഡ് ആവും. സോ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ട്രിൻസിക് പാത്വേയിൽ ഫാക്ടർ 7 എന്നുള്ളത്.
ഓക്കെ, ഇനി ഈ ഫാക്ടർ 7ഉം ഫാക്ടർ ആയിട്ടുള്ള 8, അതായത് എക്സ്റ്റൻസിക് പാത്വേയിലെ ഫാക്ടർ 7ഉം ഇൻട്രൻസിക് പാത്വേയിലെ ഫാക്ടർ 8ഉം ആണ് നമ്മൾ കോമൺ പാത്വേയിലേക്ക് വരികയാണ്. കോമൺ പാത്വേയിലെ എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, ഫാക്ടർ 10 തൊട്ടാണ് നമ്മൾ കോമൺ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കോമൺ പാത്വേ ഫാക്ടർ 5ൻ്റെയും കാൽഷ്യത്തിൻ്റെയും ലിപ്പിഡിൻ്റെയും ഹെൽപ്പോട് കൂടിയിട്ട്, സോ ഫാക്ടർ 10 5ൻ്റെയും കാൽഷ്യത്തിൻ്റെയും ലിപ്പിഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. സോ ഈ ഒരു ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. സോ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. സോ നമുക്കൊരു ഫാക്ടർ, ലാസ്റ്റത്തെ ഫാക്ടർ 13 ഉണ്ടായിരുന്നു, ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. സോ അത് ഈ ഫൈബ്രിൻ്റെ മോൾ ആക്ട് ചെയ്തിട്ട് ഫൈബ്രിൻ ക്ലോട്ട് ഫൈബ്രിൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഫൈബ്രിൻ ക്ലോട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, നമ്മൾ ഇൻട്രൻസിക് പാത്തിൽ ഫസ്റ്റ് ഫാക്ടർ 12 ആക്ടിവേറ്റ് ചെയ്യും, ഫാക്ടർ 11, അതിനുശേഷം ഫാക്ടർ 9 ആക്ടിവേറ്റ് ചെയ്യും, അതിനുശേഷം ഫാക്ടർ 18 ആക്ടിവേറ്റ് ചെയ്യും. എക്സ്റ്റൻസിക് പാത്വേയിലാണെങ്കിൽ നമ്മൾ ടിഷ്യൂ ഫാക്ടർ പാത്വേ ആണ്. സോ ടിഷ്യൂ ഫാക്ടർ 7 ആക്ടിവേറ്റ് ചെയ്യും. സോ എക്സ്റ്റൻസിക് പാത്വേയിലെ ഫാക്ടർ 7ഉം ഇൻട്രൻസിക് പാത്വേയിലെ ഫാക്ടർ 8ഉം നമ്മൾ കോമൺ പാത്വേയിലേക്ക് വരും. കോമൺ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫാക്ടർ 10 എന്നാണ്. സോ ആ 10 5ൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ഫാക്ടർ 2 ആണ്. സോ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. സോ അതിനുശേഷം ഈ ത്രോംബിന് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഫാക്ടർ 1 ആണ്, ഫാക്ടർ 1. സോ ഈ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ഈ ഫാക്ടർ 13 ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ഈ ഫൈബ്രിൻ ക്ലോട്ടിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒരു ഫൈബ്രിൻ ക്ലോട്ടാക്കി മാറ്റും, അല്ലെങ്കിൽ ഫൈബ്രിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഫൈബ്രിൻ ക്ലോട്ടാക്കി മാറ്റും. സോ ഇനി നമുക്ക് തിരിച്ച് ബാക്കോട്ട് പോവാം. യെസ്, ഇതാ ഇൻട്രൻസിക് പാത്വേയിൽ ആരൊക്കെയായിരുന്നു ഉള്ളത്? യെസ്, 12, 11, 9, 8. എക്സ്ട്രൻസിക് പാത്വേയിൽ മെയിൻലി ടിഷ്യൂ ഫാക്ടറും ഫാക്ടർ 7ഉം. കോമൺ പാത്തിലേക്ക് വന്നപ്പം യെസ്, കോമൺ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? യെസ്, എവിടുന്ന് നമ്മളുടെ ഫാക്ടർ 10 എന്നായിരുന്നു. അത് 5ൻ്റെ ഹെൽപ്പോട് കൂട്ടിയിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. സോ പ്രോത്രോംബിൻ ഫാക്ടർ 2 ആണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. സോ അതേപോലെ അത് ഫൈബ്രിനോജനെ ഫാക്ടർ 1 ഫൈബ്രിനാക്കി മാറ്റും. അവസാനം നമ്മൾ ഫാക്ടർ 13 വേണ്ടിയിരുന്നു അല്ലേ, ഫാക്ടറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫാക്ടർ 10ഉം 5ഉം 2 പ്രോത്രോംബിൻ, 1 ഫൈബ്രിനോജൻ, ഫാക്ടർ 13 ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. സോ ഇതാണ് നമുക്ക് ഈ ഒരു കൊയാഗുലേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ആ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നും കൂടി ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുകയല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഫാക്ടർ 1 എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ, ഫാക്ടർ 2 പ്രോത്രോംബിൻ, ഫാക്ടർ 3 ടിഷ്യൂ ഫാക്ടർ അല്ലെങ്കിൽ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയാം. ഫാക്ടർ 4 കാൽഷ്യമാണ്, ഫാക്ടർ 5 ലബൈൽ ഫാക്ടർ, ഫാക്ടർ 6 ഇല്ല കേട്ടോ, 6 ഇല്ല. ഓക്കെ, ഫാക്ടർ 7 സ്റ്റേബിൾ ഫാക്ടർ, ഫാക്ടർ 8 ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എ. ഓക്കെ, ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എ. ഫാക്ടർ 9 ക്രിസ്മസ് ഫാക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ഫാക്ടർ 10 സ്റ്റോർഡ് പവർ ഫാക്ടർ, ഫാക്ടർ 11 പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആൻറ്റിസിഡൻറ്റ്, അതേപോലെ ഫാക്ടർ 12 ഹേക്ക്മാൻ ഫാക്ടർ, ഫാക്ടർ 13 ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ. ഓക്കെ, ഇത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളിത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഒക്കർ ഇൻ ഓപ്ഷൻ എ താലസീമിയ, ഓപ്ഷൻ ബി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ സി ലെഡ് പോയ്സണിങ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അതായത് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണുന്നത് ഏത് കണ്ടീഷനിലാണെന്നാണ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോവ്. അതായത് ഈ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്നൊക്കെ പറയുന്നത് RBC ഇൻക്ലൂഷൻസ് ആണ് അല്ലേ.
നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസോഫിലിക് സ്ട്രിപ്ലിംഗ് ആണ് ചോദിച്ചതെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ടൈപ്പ് RBC ഇൻക്ലൂഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ RBC ഇൻക്ലൂഷൻസും ജസ്റ്റ് ഒരു ഐഡിയ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നല്ല, ജസ്റ്റ് ഒരു ഐഡിയ എന്തായാലും വേണം. കാരണം അതെന്താണ് ആ ഒരു ഇൻക്ലൂഷൻ, അത് ഏത് കണ്ടീഷനിലാണ് കാണുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RBC ഇൻക്ലൂഷൻസ് ആണ്. RBC ഇൻക്ലൂഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച RBC ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ബേസോഫിലിക് സ്ട്രിപ്ലിംഗ് ആയിരുന്നു അല്ലേ. ബേസോഫിലിക് സ്ട്രിപ്ലിംഗ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ്സ് ഓഫ് RNA, റൈബോസോമൽ RNAൻ്റെ അഗ്രിഗേറ്റ്സ് ആണ്. സോ അത് നമുക്ക് ബേസോഫിലിക് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. ബ്ലൂ കളേർഡ് ആയിട്ടായിരിക്കും RBCനുള്ളിൽ കാണുന്നത്. ജസ്റ്റ് ഫൈൻ കോഴ്സ് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിട്ടായിരിക്കും കാണുന്നത്. സോ ഈ ഒരു ബേസോഫിലിക് സ്ട്രിപ്ലിംഗ് കാണുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ് നോക്കിക്കേ. യെസ്, ലെഡ് പോയ്സണിങ്ങിൽ കാണാം, താലസീമിയയിൽ കാണാം, മെഗാലോബ്ലാസ്റ്റിക് അലീമിയയിൽ കാണാം. സോ ഇതെല്ലാം ഓപ്ഷനിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഓൾ ഓഫ് ദി എബോ എന്നുള്ള ഓപ്ഷൻ എടുത്തത്. ഓക്കെ, ബേസോഫിലിക് സ്ട്രിപ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഒരു ബേസോഫിലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിരിക്കും. അത് റൈബോസോമൽ RNAൻ്റെ അഗ്രിഗേറ്റ്സ്. അതൊന്ന് പഠിച്ചു വെക്കണേ, കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ബേസോഫിലിക് സ്ട്രിപ്ലിംഗ് എന്നെക്കുറിച്ച് ട്രൂ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ജസ്റ്റ് അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് അഗ്രിഗേറ്റ്സ് ഓഫ് റൈബോസോമൽ RNA. ഓക്കെ, മറ്റൊരു RBC ഇൻക്ലൂഷനാണ് ഹവൽ ജോളി ബോഡി എന്ന് പറയുന്നത്. ഹവൽ ജോളി ബോഡി എന്ന് പറയുന്നത് സോ അതെന്താണ്? ന്യൂക്ലിയർ DNA റെമനൻസ് ആണ്. ബേസോഫിലിസ്റ്റിക്ലി റൈബോസോമൽ RNA അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ ഹവൽ ജോളി ബോഡി എന്ന് പറയുന്നത് എന്താണ്? DNA റെമനൻസ് ആണ് അല്ലേ. ഓക്കെ, അതെങ്ങനെയാണ് കാണുന്നത് ഹവൽ ജോളി ബോഡി? യെസ്, ഡാർക്ക് സിംഗിൾ റൗണ്ട് ഡാർക്ക് പർപ്പിൾ ഇൻക്ലൂഷനാണ്. ഒന്നായിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ. ഒറ്റ റൗണ്ട് പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ഇൻക്ലൂഷനാണ് ഈ ഹവൽ ജോളി ബോഡി എന്ന് പറയുന്നത്. ഈ ഹവൽ ജോളി ബോഡി എന്ന് പറയുന്നത് പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ഇൻക്ലൂഷനാണ്. ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? യെസ്, സ്പ്ലീൻ ഇല്ലാത്ത കേസിൽ. കാരണം നമ്മൾ സ്പ്ലീന് ആബ്സെൻസ് ആവുന്ന കേസിൽ അല്ലെങ്കിൽ സ്പ്ലീൻ എടുത്ത് കളഞ്ഞ കേസിൽ. കാരണം എന്താ, ഈ സ്പ്ലീനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്പ്ലീനിൽ വെച്ചിട്ടാണ് RBC എന്താവുന്നത്? ലൈസ് ആവുന്നത് അല്ലേ. സോ ആ ഒരു കേസിലാണ് മെയിൻലി നമുക്ക് ഈ ഹവൽ ജോളി ബോഡി കാണുന്നത്. അതുപോലെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും കാണുന്നുണ്ട്. അസ്പ്ലീനിയ, പോസ്റ്റ് സ്പ്ലീനക്ടമി, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. നമ്മൾ RBC ലൈസ് ആവാണ്ട് എന്താണ് നമ്മളുടെ ബ്ലഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള RBC കൂടുതൽ ബ്ലഡിൽ വരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഹവൽ ജോളി ബോഡി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ DNAൻ്റെ റെമനൻസ് ആണ്. അതേപോലെ തന്നെ പർപ്പിൾ കളേർഡ് ആയിട്ട് ഒരു സിംഗിൾ ഇൻക്ലൂഷൻ ആയിട്ടാണ് കാണുന്നത്. എസ്പ്ലീനിയ, പോസ്റ്റ് സ്പ്ലീനക്ടമി, സ്പ്ലീൻ ഇല്ലാത്ത കേസിലായിരിക്കും ഈ ഹവൽ ജോളി ബോഡീസ് കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പേപ്പൻഹൈമർ ബോഡീസ്. പേപ്പൻഹൈമർ ബോഡീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അയേൺ ഗ്രാന്യൂൾ. അയേണിൻ്റെ ഗ്രാന്യൂളാണ് പേപ്പൻഹൈമർ ബോഡി. ഓർത്ത് വെക്കുക, പേപ്പൻഹൈമർ ബോഡി എന്ന് പറയുമ്പോൾ അയേൺ ഗ്രാന്യൂളാണ്. സോ അത് പഠിച്ചു വെക്കാൻ. അപ്പം ബ്ലൂ ടു പർപ്പിൾ നോക്കിയേ, ബേസോഫിലിക് സ്ട്രിപ്പിംഗ് ബ്ലൂ ആയിരുന്നു, ഹവൽ ജോളി ബോഡീസ് പർപ്പിൾ ആയിരുന്നു. ബ്ലൂ ടു പർപ്പിൾ കളറുടെ ഇൻക്ലൂഷൻ ആയിരിക്കും പേപ്പൻഹൈമർ ബോഡീസ് എന്ന് പറയുന്നത്. ഈ പേപ്പൻഹൈമർ ബോഡീസ് എന്ന് പറയുമ്പോൾ അയേണാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുക, അയേൺ കൂടുന്ന കണ്ടീഷൻ ഏതാണ്? സിഡറോബ്ലാസ്റ്റിക് അനീമിയ. അതേപോലെ തന്നെ അയേൺ ഓവർലോഡ്, അയേണിൻ്റെ ഓവർലോഡ് വരുന്ന കണ്ടീഷൻ. അതേപോലെ പോസ്റ്റ് സ്പ്ലീനക്ടമീൻ്റെ കേസിലും പേപ്പൻഹൈമർ ബോഡീസ് കാണും. ഹവൽ ജോളിൻ്റെ ബോഡീസും കാണാം. പോസ്റ്റ് സ്പ്ലീനക്ടമിയിൽ ഹവൽ ജോളി ബോഡിയും കാണാം, പേപ്പൻഹൈമർ ബോഡീസും കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക. സോ പേപ്പൻഹൈമർ ബോഡീസും കഴിഞ്ഞു. അടുത്തത് ഹെയ്ൻസ് ബോഡീസ്. ഹെയ്ൻസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ഡീനാച്ചുവേർഡ് ഹീമോഗ്ലോബിനാണ്. ഡീനാച്ചുവേർഡ് ഹീമോഗ്ലോബിനാണ്. സോ നമ്മൾ ഈ ഹെയ്ൻസ് ബോഡിക്ക് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള സ്ട്രെയിൻ ഇതിലൊക്കെ നമുക്ക് റൈറ്റ് സ്ട്രെയിൻ, ജീംസ സ്ട്രെയിൻ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഹെയ്ൻസ് ബോഡിക്ക് സുപ്രാവൈറ്റൽ സ്ട്രെയിൻ ആവശ്യമാണ് കേട്ടോ. സുപ്രാവൈറ്റൽ സ്ട്രെയിൻസ് ആണ് ചെയ്യാറുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സുപ്രാവൈറ്റൽ സ്ട്രെയിൻ നമ്മൾ കോമൺലി വേറൊരാൾക്കും കൂടി ചെയ്യാറുണ്ട്. ഇതിൻ്റെ കേസിലല്ല, നമ്മൾ സുപ്രാവൈറ്റൽ സ്ട്രെയിൻ പറഞ്ഞുകൊണ്ട് പറയാം. റെറ്റിക്കുലോസൈറ്റിന് അല്ലേ, റെറ്റിക്കുലോസൈറ്റിന് നമ്മൾ സുപ്രാവൈറ്റൽ സ്ട്രെയിനിങ് ചെയ്യാറുണ്ട്.
ഓക്കെ, അതേപോലെ ഹെയിൻസ് ബോഡിക്കും സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് ആണ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് ഡീനാച്ചുവേർഡ് ഹീമോഗ്ലോബിൻ ആണ്. ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഹെയിൻസ് ബോഡീസ് കാണുന്നത്? യെസ്, G6PD ഡെഫിഷ്യൻസി, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇപ്പോൾ ഡ്രഗ് അങ്ങനത്തെ കേസിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഹെയിൻസ് ബോഡീസ് കാണുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും G6PD ഡെഫിഷ്യൻസിയും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ആദ്യത്തെ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഒന്നും കൂടിയും പറയാം. ഹവൽ ജോളി ബോഡി ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബേസോഫിലിസ് സ്റ്റിപ്ലിംഗ് ആയിരുന്നു. അത് റൈബോസോമൽ ആർ എൻ എൻ്റെ ആയിരുന്നു. സോ അത് ബ്ലൂ കളർ, ബേസോഫിലിക് ആയതുകൊണ്ട് ബ്ലൂ കളറിലായിരുന്നു കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, താലസീമിയ, അതേപോലെ ലെഡ് പോയ്സണിങ്ങിലൊക്കെയാണ് കാണുന്നത്. ഹവൽ ജോളി ബോഡീസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ DNA റെമനൻസ് ആണ്, പർപ്പിൾ കളേർഡ് ആയിട്ടാണ് കാണുന്നത്. സ്പ്ലീൻ ആബ്സെൻ്റ് ആയിട്ടുള്ള കേസിലായിരിക്കും അധികം കാണുന്നത്. പോസ്റ്റ് സ്പ്ലീനെക്ടമി, അസ്പ്ലീനിയ കണ്ടീഷൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും കാണുന്നുണ്ട്. പേപ്പൻ ഹെമർ ബോഡീസ് എന്ന് പറയുമ്പോൾ അയേണിൻ്റെ ഗ്രാന്യൂൾസ് ആണ്. സോ അയേൺ ഓവർലോഡ്, സിഡറോബ്ലാസ്റ്റിക് അനീമിയ, അതേപോലെ തന്നെ പോസ്റ്റ് സ്പ്ലീനെക്ടമി കണ്ടീഷനിലും പേപ്പൻ ഹെമർ ബോഡീസ് കാണാം. ഹെയിൻസ് ബോഡീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡീനാച്ചുവേർഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ്. അത് നമ്മൾ റെറ്റിക്കുലോസൈറ്റിനെ പോലെ നമ്മൾ എന്ത് സ്റ്റെയിൻ ചെയ്യണം? സുപ്രാവൈറ്റൽ സ്റ്റെയിൻസ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ കാണുന്ന G6PD ഡെഫിഷ്യൻസിയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് അങ്ങനത്തെ കേസിലാണ്. നെക്സ്റ്റ് ക്യാബറ്റ് റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? യെസ്, ദാറ്റ് ഈസ് ദ മൈക്രോട്യൂബ്യൂൾ റെമനൻസ് ഓഫ് മൈറ്റോട്ടിക് സ്പിൻഡിലിൻ്റെ റെമനൻസ് ആണ്. ജസ്റ്റ് ഫിഗർ ഓഫ് 8 സ്ട്രക്ചർ ആയിരിക്കും. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിഗർ ഓഫ് 8 സ്ട്രക്ചറിനെ നമ്മൾ എന്താ പറയുക എന്നുള്ളത്? ദാറ്റ് ഈസ് പേർപ്പിൾ കളേർഡ് ഫിഗർ ഓഫ് 8 സ്ട്രക്ചർ ഇൻ RBC എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു ക്യാബറ്റ് റിംഗ് കാണുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കാം. ക്യാബറ്റ് റിംഗ് കാണുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയും മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രത്തിൻ്റെ കേസിലാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലും മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രത്തിൻ്റെ കേസിലാണ് ക്യാബറ്റ് റിംഗ് കാണുന്നത്. നെക്സ്റ്റ് HbC ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ C ക്രിസ്റ്റൽ. അതായത് നമ്മൾ ഹീമോഗ്ലോബിൻ സിയിൽ HbC ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിനാണ് ഹീമോഗ്ലോബിൻ C ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. സോ അതൊരു എന്താണ്? ഹെക്സഗണൽ ആയിട്ടുള്ള റോഡ് ഷേപ്ഡ് ക്രിസ്റ്റലാണ് കേട്ടോ. ഹെക്സഗണൽ റോഡ് ഷേപ്ഡ് ക്രിസ്റ്റൽ ഇൻ RBC ആണ്. അത് കാണുന്നത് ഏതായിരിക്കും? HbC ഡിസീസിലായിരിക്കും. HbC ഡിസീസിലാണ് എന്ത് വരുന്നത്? ഈ HbC ക്രിസ്റ്റൽ കാണുന്നത്. അതേപോലെ തന്നെ HbSc ക്രിസ്റ്റൽ ഉണ്ട്. HbSc ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ HbScൻ്റെ പോളിമറൈസേഷൻ ആണ് അവിടെ വരുന്നത്. സോ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള എന്തായിരിക്കും? ഷേപ്പ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ വാഷിങ്ടൺ മോണുമെൻറ്റ് ഷേപ്പ്ഡ് ക്രിസ്റ്റൽ എന്ന് പറയാം കേട്ടോ. ഇത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. സോ നോക്കി വെക്കുക. HbSc ക്രിസ്റ്റൽ എന്ന് പറയുന്നതും HbC ക്രിസ്റ്റൽ എന്താണ്? ഹെക്സഗണൽ റോഡ് ഷേപ്പ്ഡ് ക്രിസ്റ്റൽ ആയിരിക്കും അല്ലേ? ഹെക്സഗണൽ റോഡ് ഷേപ്പ്ഡ് ക്രിസ്റ്റൽ ആണ്. HbSc ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് ഓർ വാഷിങ്ടൺ മോണുമെൻറ്റ് ഷേപ്പ്ഡ് ക്രിസ്റ്റൽ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത് കാണുന്നത് HbSc ഡിസീസിലാണ് ഈ ഒരു കണ്ടീഷൻ കാണുന്നത്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ SC ഡിസീസിലാണ്. ഓക്കെ, അടുത്തത് നോക്കാം. മലേറിയൽ പാരസൈറ്റിൽ നമുക്ക് റിംഗ് ഫോംസുകൾ, ട്രോഫോസോയിഡ്, ഷൈസോണ്ട്, ഈ ഫോംസുകളൊക്കെ കാണാൻ പറ്റും അല്ലേ? സോ റിംഗ് ലൈക്ക് സ്ട്രക്ചർ, ഷൈസോൺസ്, ഗ്യാമറ്റോസൈറ്റ്സ് ഒക്കെ RBCയിൽ കാണാൻ പറ്റും. ഏത് കണ്ടീഷനിലായിരിക്കും? മലേറിയ, പ്ലാസ്മോഡിയം, വൈവാക്സ്, ഫാൽസിപാരത്തിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് റിംഗ് ഫോമും ഷൈസോണ്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതേപോലെ മറ്റൊരു ഇൻക്ലൂഷനാണ് ഈ ബാർട്ടോണെല്ല ബെസിലിഫോമിസിൻ്റെ കേസിൽ ഇൻട്രാ സെല്ലുലാർ ബാക്ടീരിയ കാണാൻ പറ്റും. സോ ഈ ഒരു ബാർട്ടോണെല്ല ബെസിലിഫോമിസിൻ്റെ കേസിൽ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ സെൽസിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഈ ഒരു ഡിസീസിനെ നമ്മൾ ബാർട്ടോണെല്ല ബെസിലിഫോം കോസ് ചെയ്യുന്ന ആ ഒരു ഡിസീസിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഒറായ ഫീവർ അല്ലെങ്കിൽ കാരിയൻസ് ഡിസീസ് എന്നാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാർട്ടോണെല്ല ബെസിലിഫോം ചിലപ്പോൾ നമ്മൾ മൈക്രോബയോളജിയിലായിരിക്കും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഈ ബാർട്ടോണെല്ല ബെസിലിഫോംസ് ഇൻട്രാ സെല്ലുലാർ ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ അത് കോസ് ചെയ്യുന്ന ഡിസീസാണ് കാരിയൻസ് ഡിസീസ് അല്ലെങ്കിൽ ഒറായ ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഈ ഒരു ഇൻക്ലൂഷനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ആയിരുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
സോ അടുത്ത ക്വസ്റ്റ്യൻ, റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ സിക്ലിംഗ് ടെസ്റ്റ്. ഓപ്ഷൻ എ പൊട്ടാസ്യം സൾഫേറ്റ്, ഓപ്ഷൻ ബി സോഡിയം മെറ്റാബൈസൾഫേറ്റ്, ഓപ്ഷൻ സി സോഡിയം നൈട്രോപ്രൂസേറ്റ്, ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്ലോറൈഡ്. ചോദിച്ചത് എന്താണ്? നമ്മൾ സിക്ലിംഗ് ടെസ്റ്റ് ഇല്ലേ, അതിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്നാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ്. സോഡിയം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറയും. ഈ സിക്ലിംഗ് ടെസ്റ്റ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? സിക്ലിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത് സിക്കിൾ സെൽ ഡിസീസിനാണ് അല്ലേ? സിക്കിൾ സെൽ ഡിസീസിനാണ്. ഈ സിക്കിൾ സെൽ ഡിസീസിൽ HbS എന്ന് പറയുന്ന ആൻറ്റിബോഡി HbS അബ്നോർമൽ ആയിട്ടുള്ള ഹിമോഗ്ലോബിനാണ് ഈ HbS എന്ന് പറയുന്നത്. ഈ HbS ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഈ ഒരു HbSന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. സോ ഈ HbS നമ്മൾ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഒരു റെഡ്യൂസിങ് സബ്സ്റ്റൻസ്, അതായത് ഓക്സിജൻ്റെ ടെൻഷൻ, ഈ HbS ഓക്സിജൻ്റെ ടെൻഷൻ കുറയുന്നതിനനുസരിച്ച് അത് സിക്കിൾ ഷേപ്പായിട്ട് മാറും. HbS ഉള്ള RBC ഓക്സിജൻ ടെൻഷൻ കുറയുന്നതിനനുസരിച്ച് അത് സിക്കിൾ ഷേപ്പായിട്ട് മാറും. സോ അതാണ് നമ്മളിവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഡിയം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഏജൻറ്റാണ്. സോ അവിടെയുള്ള ഓക്സിജൻ ടെൻഷൻ കുറയ്ക്കും, എന്നിട്ട് ഒരു ഹൈപ്പോക്സിയ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ RBC സിക്കിൾ ഷേപ്പായിട്ട് മാറും. അത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നോക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്? സിക്കിൾ സെൽ ഡിസീസ് അല്ലെങ്കിൽ സിക്കിൾ സെൽ ട്രേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? സിക്ലിംഗ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സിക്കിൾ സെൽ ഡിസീസ് ഉള്ള ആൾക്കാരുടെ RBCൻ്റെ ഉള്ളിൽ ഈ അബ്നോർമൽ ആയിട്ടുള്ള HbS എന്ന് പറയുന്ന ഹീമോഗ്ലോബിനാണ് ഉണ്ടാവുന്നത്. സോ ഈ ഒരു HbS ഹൈപ്പോക്സിയ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഓക്സിജൻ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു ഓക്സിജൻ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പായിട്ട് മാറും. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുക? അതിന് റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ആയിട്ട് സോഡിയം മെറ്റാബൈസൾഫേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹൈപ്പോക്സിയ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും, ഓക്സിജൻ ടെൻഷൻ കുറയ്ക്കും. സോ ആ ഒരു RBC സിക്കിൾ ഷേപ്പിലേക്ക് വരും. അത് നമ്മൾ സിക്കിൾ ഷേപ്പിലേക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കും. സോ ഒരു നോർമൽ ഒരു ഹീമോഗ്ലോബിൻ ഓക്സിജൻ ടെൻഷൻ കുറഞ്ഞെന്ന് വെച്ചിട്ട് ഒരിക്കലും സിക്കിൾ ഷേപ്പിലേക്ക് വരില്ല. HbS ആണെങ്കിൽ മാത്രമേ RBC സിക്കിൾ ഷേപ്പിലേക്ക് വരുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ hypersegmented neutrophils are found in option A iron deficiency anemia, option B acute lymphoblastic leukemia, option C macrocytic anemia, option D acute myelogenous leukemia. അതായത് ഹൈപ്പർ സെഗ്മെൻറ്റഡ് ആയിട്ട് ന്യൂട്രോഫിൽസിന് സാധാരണ ഒരു 2-3 ലോബ്സ് ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ അതിൽ കൂടുതൽ ലോബ്സ് ആയിട്ട് ന്യൂട്രോഫിൽ കാണുന്ന കണ്ടീഷൻ ഏതാണെന്നാണ്. ആൻസർ ഏതാണ്? മാക്രോസൈറ്റിക് അനീമിയ. മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ സൈസുള്ള RBCനേക്കാളും കുറച്ചും കൂടി വലിയ സൈസുള്ള RBC ഉള്ള ടൈപ്പ് ഓഫ് അനീമിയ ആണ്. സോ ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത് മാക്രോസൈറ്റിക് അനീമിയ, എസ്പെഷ്യലി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഡ്യൂ ടു വൈറ്റമിൻ B12 ആൻഡ് ഫോളേറ്റ്. അപ്പോൾ നമുക്ക് മെയിൻലി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം വൈറ്റമിൻ ഫോളേറ്റ് ഡെഫിഷ്യൻസി കാരണം വരുന്ന അനീമിയ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ് അല്ലേ? ആ മെഗാലോബ്ലാസ്റ്റിക് അനീമിയൻ്റെ ഒരു ഹോൾമാർക്ക് ആയിട്ടുള്ള കണ്ടീഷനാണ് ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. സോ ഇത് കോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിഫക്റ്റീവ് DNA സിന്തസിസ് ആണ്. സോ നമുക്ക് ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോളേറ്റ് എന്ന് പറയുന്നത് RBC സിന്തസിസ് അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ സിന്തസിസിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അതിൻ്റെ ഡിഫക്റ്റീവ് DNA സിന്തസിസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് വരുന്നത്. അതേപോലെ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രം, MDS എന്ന് പറഞ്ഞാൽ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രത്തിലും എന്ത് വരാറുണ്ട്? ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽ. സോ ഹൈപ്പർ സെഗ്മെൻറ്റഡ് ആയിട്ട് സാധാരണ 3 ന്യൂട്രോഫിൽസ് ആണെങ്കിൽ ഇവിടെ കൂടുതൽ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് വരികയാണ്? ന്യൂട്രോഫിൽസ് വരികയാണ്. സോ ഈ ഒരു കണ്ടീഷന് വരുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഡ്യൂ ടു വൈറ്റമിൻ B12 ഓർ ഫോളേറ്റ് കാരണമാണ്. അത് വരാനുള്ള കാരണം ഡിഫക്റ്റീവ് DNA സിന്തസിസ് ആണ്. അതേപോലെ MDS മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രത്തിലും ഈ ഒരു ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, inclusion bodies seen in RBC in patient with G6PD deficiency. Option A
ഷഫ്നർ ഗ്രാനുൾ, ഓപ്ഷൻ ബി ഹെയ്ൻസ് ബോഡീസ്, ഓപ്ഷൻ സി ഹവൽ ജോളി ബോഡീസ്, ഓപ്ഷൻ ഡി പേപ്പൻഹൈമർ ബോഡി. ഓൾറെഡി നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് തന്നെ ഒരു ഏരിയ എന്ന് ചോദിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം. യെസ്, ഏതാണ്? ഹെയ്ൻസ് ബോഡി അല്ലേ. G6PD ഡെഫിഷ്യൻസിയിൽ കാണുന്നത് ഹെയ്ൻസ് ബോഡീസ് ആണ്. ഓരോന്നും ഇവിടെ നമ്മൾ ഹവൽ ജോളി ബോഡീസും പേപ്പൻഹൈമർ ബോഡിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഡിസ്കസ് ചെയ്യാത്ത ഒരാളുണ്ട്, ദാറ്റ് ഈസ് ഷഫ്നർ ഗ്രാനുൾ. ഈ ഷഫ്നർ ഗ്രാനുൾ അല്ലെങ്കിൽ ഷഫ്നർ ഡോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്മോഡിയത്തിൻ്റെ കേസിൽ, പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലഡ് പാരസൈറ്റ്സ് ആണ് അല്ലേ, ബ്ലഡിനെ എഫക്റ്റ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ്. സോ അവിടെ മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റാണ് ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലാസ്മോഡിയത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ മലേറിയൻ്റെ കേസിൽ നമുക്ക് RBCയിൽ ഇതേപോലെ പല ഗ്രാനൂൾസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു ഫീച്ചേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രാനൂൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഷഫ്നർ ഡോട്ട് എന്ന് കാണുന്നത് പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ കേസിലും ഓവേലിൻ്റെ കേസിലുമാണ്. ഷഫ്നർ ഡോട്ട് കാണുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഷഫ്നർ ഡോട്ട് കാണുന്നത് ഓവേലിൻ്റെ കേസിലും കാണാം, വൈവാക്സിൻ്റെ കേസിലും കാണാം. മോർ ഡോട്ട്സ് കാണുന്നത് ഫാൽസിപ്പാരത്തിൻ്റെ കേസിലാണ്. സീമാൻ ഡോട്ട്സ് കാണുന്നത് മലേറിയൻ്റെ കേസിലാണ്. ജെയിംസ് ഡോട്ട് കാണുന്നത് ഒവേലിൻ്റെ കേസിലാണ്. അപ്പോൾ ഒവേലിൻ്റെ കേസിൽ 2 ടൈപ്പ് ഡോട്ട്സ് ഷഫ്നർ ഗ്രാനുളും വരുന്നുണ്ട്, ജെയിംസ് ഡോട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷഫ്നർ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. സോ പഠിച്ചു വെക്കുക, ഷഫ്നർ ഗ്രാനൂൾസ് ഒവേലിൻ്റെ കേസിലും വൈവാക്സിൻ്റെ കേസിലും കാണാം. മോർ ഡോട്ട് കാണുന്നത് ഫാൽസിപ്പാരത്തിൻ്റെ കേസിലാണ്. സീമാൻ സ്റ്റിപ്ലിംഗ് കാണുന്നത് പ്ലാസ്മോഡിയം മലേറിയൻ്റെ കേസിലാണ്. ജെയിംസ് ഡോട്ട്സ് കാണുന്നത് പ്ലാസ്മോഡിയം ഒവേലിൻ്റെ കേസിലാണ്. ഓൾറെഡി ബാക്കിയുള്ള ഇൻക്ലൂഷൻസ് ഒക്കെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഓരോ ക്വസ്റ്റ്യനും ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ല ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനും ആ ഒരു ആൻസറിൻ്റെ ഡിസ്കഷനും മാത്രമാണ് വേണ്ടിയതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാം. അതോ ഇതാണ് ഈ ഒരു ടൈപ്പ് ഡിസ്കഷനാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വലൈൻ ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ് in position of 6 of the beta globin chain of hemoglobin cause option A aplastic anemia, option B leukemia, option C sickle cell anemia, option D thalassemia. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഹീമോഗ്ലോബിൻ ചെയിനില്ലേ, ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് റീപ്ലേസ് ചെയ്തിട്ട് വലൈൻ വരുന്ന ടൈപ്പ് ഓഫ് കണ്ടീഷൻ ഏതാണെന്നുള്ളത്. യെസ്, പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ എങ്ങനെയാണ് വരുന്നത്? യെസ്, ബീറ്റ ചെയിൻ്റെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരികയാണ്? വലൈൻ വരികയാണ്. സോ അത് റിലേറ്റഡ് ആയിട്ട് അതുപോലെ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് റീപ്ലേസ്മെൻറ്റ് നടക്കുന്ന അതും കൂടി ഒന്ന് നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇവിടെ HBSS ആണ് അല്ലേ, HBSS അതിനാണ് സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുക. HBAS എന്ന് പറയുമ്പോൾ അത് ഹെട്രോസൈഗസ് HBS ആണ്. HBSSന് പകരം AS, A നമ്മൾ നോർമലായിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അത് വരുന്നത്. സോ അവിടെ നമുക്ക് HBAS ആണെങ്കിൽ അത് സിക്കിൾ സെൽ ട്രേറ്റ് ആണ് വരുന്നത്. പിന്നെ HBC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് റീപ്ലേസ് ചെയ്തിട്ട് ലൈസീൻ ആണ് വരുന്നതെങ്കിൽ ഓർത്ത് വെക്കണം, വലൈൻ ആണെങ്കിൽ അത് സിക്കിൾ സെൽ ഡിസീസാണ്, പകരം ലൈസീൻ ആണ് വരുന്നതെങ്കിൽ അത് HBC ഡിസീസാണ്. മറന്നു പോരുത് കേട്ടോ. HBSC ഡിസീസ് എന്ന് പറഞ്ഞാൽ HBSഉം HBCയും രണ്ടും കൂടി വരുന്നതാണ് HBSC ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സിക്കിൾ സെൽ ഡിസീസിൽ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിലെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് വലൈൻ വന്നാൽ ദാറ്റ് ഈസ് സിക്കിൾ സെൽ ഡിസീസ്. അവിടെ ഗ്ലൂട്ടാമിക് ആസിഡിനെ റീപ്ലേസ് ചെയ്ത് ലൈസിൻ വന്നാൽ അത് HBC ഡിസീസുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമോ, നമ്മൾ ഓൾറെഡി ഒരു 1000 പ്രീവിയസ്
ക്വസ്റ്റ്യൻസ് കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു 1000 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആമസോൺ കിൻഡിലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് പർച്ചേസ് ചെയ്തവർ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുമെന്നുള്ളത്. സോ ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് അക്യൂട്ട് lymphoblastic leukemia, the lymphoblast demonstrated strong localized positivity with the acid phosphatase. The cells were positive for CD2, CD7 and negative for CD9, CD24, CD20. The blast cells are mostly likely option A lymphoid stem cells, option B lymphoblast, option C B lymphoblast, option D undifferentiated blast. So ഇവിടെ ചോദിച്ചിട്ടുള്ളത് ALL ആണ്, ALL ടൈപ്പ് ഓഫ് ലുക്കീമിയ ആണ്. പക്ഷേ അതിൽ നമുക്ക് ആസിഡ് ഫോസ്ഫേറ്റേറ്റ്സ് യൂസ് ചെയ്തിട്ട് സ്ട്രോങ് പോസിറ്റിവിറ്റി ആണ് തരുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് സെൽ മാർക്കർ പറയുന്നുണ്ട് അല്ലേ. CD2 CD7 പോസിറ്റീവാണ്, പക്ഷേ CD19 24 CD20 നെഗറ്റീവാണ്. അപ്പം ഇത് ഏത് ടൈപ്പ് ഓഫ് ലുക്കീമിയ ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോരോ ടൈപ്പ് ഓഫ് ലുക്കീമിയൻ്റെ സെൽ മാർക്കർ അറിഞ്ഞിരിക്കണം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് T ലിംഫോബ്ലാസ്റ്റ്. എന്തുകൊണ്ടാണ് T ലിംഫോബ്ലാസ്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ALL എടുക്കുകയാണ്, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലിംഫോബ്ലാസ്റ്റ് ഉണ്ട് അല്ലേ. B സെൽ ALL ആവാം, T സെൽ ALL ആവാം. സോ B സെല്ലിൻ്റെ സർഫസ് മാർക്കറായിട്ടാണ് അല്ലെങ്കിൽ B സെൽ ALL ആണെങ്കിൽ നമുക്ക് മെയിൻലി CD10, 19, 20 ഒക്കെയാണ് മാർക്കർ വരുന്നത്. അതേപോലെ DTയും രണ്ട് കേസിലും ലിംഫോസൈറ്റ് B സെല്ലിൻ്റെ ആയിക്കോട്ടെ ടീൻ്റെതായിക്കോട്ടെ രണ്ട് കേസിലും TDTയും പോസിറ്റീവായിരിക്കും കീ മാർക്കറായിട്ട് വരുന്നത്. സോ T സെല്ലിൻ്റെ CD2 CD3 അല്ലെങ്കിൽ CD7 ഒക്കെയാണ് മെയിൻലി നമുക്ക് എന്ത് വരുന്നത്, T സെല്ലിൻ്റെത് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യനിൽ CD2ഉം CD7ഉം പോസിറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. യെസ്, അപ്പോൾ CD2ഉം CD7 ഒക്കെ പോസിറ്റീവ് ആയിരുന്നത് Tയിലാണ്. ഓക്കെ, B സെല്ലിൽ നമുക്ക് മെയിൻലി 19, 20 ഒക്കെയാണ് നമുക്ക് മെയിൻലി B സെല്ലിൽ പോസിറ്റീവ് തരുന്നത് കേട്ടോ. സോ B സെല്ലിൽ 19ഉം 20ഉം ആണ് പോസിറ്റീവ് തരുന്നത്. T സെല്ലാണെങ്കിൽ നമുക്ക് 2, 3, 7 ഒക്കെയാണ് പോസിറ്റീവ് തരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ AML നമുക്ക് മെയിൻലി പോസിറ്റീവ് വരുന്നത് CD13, 33, MPO, CD34, HLA-DR, അതുപോലെ ഓറോഡ്സ്. AML നിങ്ങൾ ഓറോഡ് പഠിച്ചു വെക്കണേ. AML ഫോർ ഓറോഡ് പ്രസൻ്റ് ആയിരിക്കും, ഓറോഡ്സ് കാണാൻ പറ്റും. CLLൻ്റെ കേസിൽ CD2, 19, 20, 23, CD5, CD19, 20, 24, 23 ആണ് വരുന്നത്. CMLൻ്റെ കേസിൽ മെയിൻലി നമുക്ക് വരുന്നത് ഫിലാഡൽഫിയ ക്രോമസോമും അതേപോലെ ലാബ് സ്കോർ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. മെയിൻലി നിങ്ങൾ ഈ രണ്ട് പോയിന്റ് പഠിച്ചു വെക്കുക. സോ ഒന്നും കൂടി പറയാം, ALLൻ്റെ കേസിൽ B സെല്ലാണെങ്കിൽ CD10, 19, 20 ഒക്കെയാണ് വരുന്നത്. T സെല്ലാണെങ്കിൽ മെയിൻലി CD2, 3, 7 ഒക്കെയാണ് വരുന്നത്. രണ്ടിലും പോസിറ്റീവ് ആയിട്ടുള്ളതാണ് T എന്ന് പറയുന്നത്. AMLൻ്റെ കേസിലാണെങ്കിൽ 13ഉം CD33, MPO, CD34, HLA-DR ഓറോഡ്സ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും. CLLൻ്റെ കേസിലാണെങ്കിൽ CD5, CD19, CD20, CD23. CMLൻ്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഫിലാഡൽഫിയ ക്രോമസോമും ലാബ് സ്കോർ ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, എ പേഷ്യൻറ്റ് വിത്ത് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് വിച്ച് സെറ്റ് ഓഫ് ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്. സോ ഞാൻ ഓപ്ഷൻസ് ഓരോന്നായിട്ട് റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസും ജസ്റ്റ് റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആൻസർ നോക്കുക. നമുക്ക് കറക്റ്റ് ആൻസർ നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ നമുക്ക് എങ്ങനെയായിരിക്കും ലാബ് റിസൾട്ട് എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ് ഇതാണ്, MCV നോർമൽ, സെറം അയൺ ഡിക്രീസ്ഡ്, സെറം ഫെറിറ്റിൻ ഇൻക്രീസ്ഡ്, TIBC സാച്ചുറേഷൻ ഡിക്രീസ്ഡ് എന്നുള്ളതാണ്. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫ്ലമേഷൻ കാരണം, ഒരു ക്രോണിക് ഡിസീസ് കാരണം അനീമിയ വരികയാണ്. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ കാരണം നമുക്ക് എന്ത് ചെയ്യാണ്,
അനീമിയ വരികയാണ്. സോ ഇതെന്ത് ചെയ്യും, ഹെപ്സിഡിൻ ലെവൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെപ്സിഡിൻ്റെ ലെവൽ കുറയ്ക്കും. സോ അത് നമ്മളുടെ ബോഡിയിലുള്ള അയൺ അബ്സോർപ്ഷനൊക്കെ അഫക്റ്റ് ചെയ്യും. ഈ ഹെപ്സിഡിൻ്റെ ലെവൽ കുറയ്ക്കുന്നല്ല പറഞ്ഞത്, ഹെപ്സിഡിൻ്റെ ലെവൽ കൂട്ടും. നമ്മളുടെ ബോഡിയിലുള്ള ഹെപ്സിഡിൻ്റെ ലെവൽ കൂട്ടും, പക്ഷെ അത് നമ്മളുടെ ബോഡിയിലുള്ള അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അയണിൻ്റെ അവൈലബിലിറ്റി അങ്ങ് കുറച്ചാളും, അയൺ കിട്ടാണ്ട് ഉണ്ടാവില്ല. കാരണം ഉള്ള അയൺസിനെ ഈ മാക്രോഫേജസിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചാളും. നമുക്ക് RBC ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അയൺ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിലെ ഹെപ്സിഡിൻ ലെവൽ കൂട്ടിയിട്ട് അയണിൻ്റെ അബ്സോർപ്ഷനും കുറയ്ക്കും, അയൺ അവൈലബിൾ ആവുന്നത് തന്നെ കുറയ്ക്കും. കാരണം അയണിൻ്റെ മാക്രോഫേജിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് കളയും, ചിലത് സ്റ്റോറേജ് സൈറ്റിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് കളയും. ഓക്കെ, സോ അതാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ. പക്ഷെ അവിടെ ഉണ്ടാവുന്നത് നോർമോസൈറ്റിക് അനീമിയ, നോർമൽ ആയിട്ടുള്ള സെൽ തന്നെയാണ് ഉണ്ടാവുക. സോ അവിടെയുള്ള MCV നോർമൽ ആയിരിക്കും. അയൺ ഓൾറെഡി ഇല്ല, അയൺ അബ്സോർപ്ഷനും നടക്കുന്നില്ല, ഉള്ള അയണിനെ പല സ്ഥലത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. സോ ബ്ലഡിൽ നോക്കില്ല, അയൺ നോക്കില്ല, സെറത്തിൽ അയൺ കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി അതേപോലെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷനും കുറയും. കാരണം എന്താണ്, അവിടെ അയണിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. സോ അതുകൊണ്ട് DIBCയും കുറയും. പിന്നെ ഫെറിറ്റിൻ കൂടാനുള്ള കാരണം എന്താണ്, കാരണം അയൺ അവൈലബിലിറ്റി കുറച്ച് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഫെറിറ്റിൻ്റെ അളവ് കൂടും. ഫെറിറ്റിൻ സ്റ്റോറേജ് ഫോം ഓഫ് അയൺ ആണ്. സോ ഫെറിറ്റിൻ്റെ അളവ് കൂടുന്നുണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An increase in reticulocyte count is accompanied by option A, suppressed maturation of normoblast in bone marrow, option B, a shift to left in oxygen dissociation curve, option C, polychromasia on Romanowski stained blood smear, option D, an increase in direct serum bilirubin. Question എന്താണ്, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ബ്ലഡിൽ കൂടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റിൽ ഏതായിട്ടാണ് മാച്ച് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളതാണ്. യെസ്, ആൻസർ ഏതാണ്, പോളിക്രോമേഷ്യ റോമനോസ്കി സ്റ്റെയിൻ. നമ്മളുടെ ബ്ലഡിൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുകയെന്ന് പറയുന്നത്, റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുർ ആയിട്ടുള്ള RBCൻ്റെ മെച്ചുർ ആയിട്ടുള്ള RBCൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണ്. സോ അത് ബ്ലഡിൽ ഉണ്ട് എന്നുള്ളതിനർത്ഥം ആക്റ്റീവായിട്ട് എറിത്രോപോയ്സസ് പുതിയ RBC ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന് മീൻ ചെയ്യുന്നത്. റെറ്റിക്കുലോസൈറ്റ് ബ്ലഡിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആക്റ്റീവായിട്ട് അവിടെ എറിത്രോപോയ്സിസ് ബ്ലഡ് മാരോയിൽ നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് റെറ്റിക്കുലോസൈറ്റ് കാണുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും ആക്റ്റീവായിട്ട് എറിത്രോപോയ്സിസ് നടക്കുന്നത്, നമ്മളുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ലോസോ ക്രോണിക് ആയിട്ട് ബ്ലഡ് ലോസ് ചെയ്യേ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അനീമിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ആക്റ്റീവായിട്ടുള്ള നടക്കേണ്ടി വരിക, എറിത്രോപോയ്സിസ് നടക്കേണ്ടി വരിക. സോ ഈ ഒരു റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞത് RBCൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജാണ്. സോ അതിൽ നമ്മളുടെ RBC റെമനൻസ് ഉണ്ടാവും. ഈ RBC റെമനൻസ് ഉള്ളത് കൊണ്ട് അതൊരു ജസ്റ്റ് നമ്മൾ ബ്ലൂയിഷ് ആയിട്ടുള്ള കളറിൽ അപ്പിയർ ചെയ്യും. അപ്പോൾ നമുക്കൊരു പോളിക്രോമേഷ്യ എന്ന് പറഞ്ഞ ഫിനോമിന അല്ലെങ്കിൽ പോളിക്രോമേഷ്യ ബ്ലഡ് സ്മിയറിൽ കാണാനുണ്ടാവും. ഓക്കെ, സോ നമ്മളുടെ അനീമിയയും ബ്ലഡ് ലോസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ആക്റ്റീവായിട്ട് എറിത്രോപോയ്സിസ് ബോൺ മാരോയിൽ നടക്കും, പുതുതായിട്ട് RBC ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ബ്ലഡ് സ്മിയറിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് ഈ റെറ്റിക്കുലോസൈറ്റിനെ റിലീസ് ചെയ്യും. ഈ റെറ്റിക്കുലോസൈറ്റ് നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതെങ്ങനെയാണ് കാണാൻ പറ്റുക, ജസ്റ്റ് അതിൽ ആ ഒരു സെല്ലിൽ RBCൻ്റെ റെമനൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു ബ്ലൂ കളർ എടുക്കും. നമ്മൾ RBC റെഡ് കളറിലാണ് കാണാം, അതിൻ്റെ ഇടയിൽ ബ്ലൂ കളറായിട്ട് ഈ ഒരു RBC റെമനൻസും കൂടി കാണുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഫിനോമിനെ പോളിക്രോമേഷ്യ, ഒന്നിലും കൂടുതൽ കളർ കാണുന്നതുകൊണ്ട് പോളിക്രോമേഷ്യ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റെറ്റിക്കുലോസൈറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോളിക്രോമേഷ്യ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 8-year-old boy present with intramuscular hematoma and recurrent hemarthrosis. Laboratory test reveal normal platelet count, bleeding time and PT, but PTT is prolonged. The condition was most likely result from abnormality involving option A, chromosome 8, option B, chromosome 14, option C, chromosome 21, option D, X chromosome. ക്വസ്റ്റ്യൻ എന്താണ്, പേഷ്യൻ്റ് ഇൻട്രാമസ്കുലർ ഹെമറ്റോമയും ഹെമാർത്രോസിസുമായിട്ട് വന്നതാണ്. PT ഏതൊക്കെ നോർമലാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലാണ്, അതേപോലെ തന്നെ PT
ബ്ലീഡിങ് ടൈം നോർമലാണ്, പി ടി നോർമലാണ്, പക്ഷേ എ പി ടി ടി പ്രൊലോങ്ഡ് ആണ്. എ പി ടി ടി മീൻസ് പി ടി 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 പ്രൊലോങ്ഡ് ആണ്. കറക്റ്റ് ആൻസർ ഏതാണ്? എക്സ് ക്രോമസോം. എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇവിടെ. ബ്ലീഡിങ് ആണ് അല്ലേ, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നില്ല. ഈ ഹീമോഫീലിയ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ നോർമലായിട്ടുള്ള പി ടി ആയിരിക്കും, ബി ടി ഒക്കെ നോർമലായിരിക്കും, പക്ഷേ എ പി ടി ടി ആണ് അവിടെ പ്രൊലോങ്ഡ് ആവുന്നത്. ഹീമോഫീലിയ കണ്ടീഷൻ എന്ന് പറയുന്നത് എ പി ടി ടി പ്രൊലോങ്ഡ്. സോ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ഹെറിഡിറ്ററി ഡിസോർഡർ ആണ്. സോ ക്രോമസോം ഹെക്സ് ആണ് അവിടെ അബ്നോർമാലിറ്റി വരുന്നത്. സോ എക്സ് ലിങ്ക്ഡ് ഡിസീസാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഹീമോഫീലിയ എന്ന് പറയുമ്പം എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ്. ക്ലോട്ടിംഗ് ഫാക്ടർ 2 ടൈപ്പ് ഓഫ് ഹീമോഫീലിയ വരുന്നുണ്ട്. ഹീമോഫീലിയ എയും വരുന്നുണ്ട്, ഹീമോഫീലിയ ബിയും വരുന്നുണ്ട്. അവിടെ ഹീമോഫീലിയൻ്റെ കേസിൽ പി ടിയും അതേപോലെ പ്ലേറ്റ്ലെറ്റും ബ്ലീഡിങ് ടൈം ഒക്കെ എപ്പോഴും നോർമലായിരിക്കും, പക്ഷേ എ പി ടി ടി അബ്നോർമലായിരിക്കും. പക്ഷെ ഒന്നും കൂടി പറയണം, നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരാം. അതായത് നമ്മൾ ഓരോ ടെസ്റ്റുകൾ, ഇപ്പോൾ ബ്ലീഡിങ് ടൈം, ക്ലോട്ടിംഗ് ടൈം, അല്ലെങ്കിൽ പി ടി പ്രോത്രോംബിൻ ടൈം, അല്ലെങ്കിൽ എ പി ടി ടി ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് ടൈം ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഫങ്ഷൻ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, എത്രത്തോളം ടൈം ബ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ബ്ലീഡിങ് ടൈമിൽ നോക്കുന്നത്. സോ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് വന്ന് അഗ്രിഗേറ്റ് ചെയ്യാന്നുള്ളത്. സോ ആ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാന്ന് പറയുമ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോ അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഓവറോൾ ക്ലോട്ടിങ്ങിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ക്ലോട്ടിങ് മര്യാദയ്ക്ക് നടക്കുന്നു എന്നുള്ള ടെസ്റ്റാണ് ഈ ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ പ്രോത്രോംബിൻ ടൈമിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു കോയാഗുലേഷൻ പാത്വേ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിൽ എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ടായിരുന്നു, ഇൻട്രിൻസിക് പാത്വേ ഉണ്ടായിരുന്നു. അതിൽ എക്സ്ട്രിൻസിക് പി ഫോർ എക്സ്ട്രിൻസിക് ഞാൻ പഠിച്ചു വെക്കാറുള്ളത് എങ്ങനെയാണ്, പി പുറത്ത്, അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ. ഓക്കെ, സോ അതേപോലെ എക്സ്ട്രിൻസിക് പാത്വേ മോണിറ്റർ ചെയ്യാനും നമ്മൾ വാർഫാരിൻ എന്ന് പറയുന്ന ഓറലായിട്ട് കൊടുക്കുന്ന ആൻറ്റി കോയാഗുലൻ്റ് ആണ്. സോ അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യും. അതിനെ നമുക്ക് പി ടി ചെയ്യാം. ഓക്കെ, ഓറൽ ആൻറ്റി കോയാഗുലൻറ്റിൻ്റെ മോണിറ്ററിങ്ങിന് നമ്മൾ പി ടി ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് പാർഷ്യൽ എ പി ടി ടി നമ്മൾ ചെയ്യാറുള്ളത് ഇൻട്രിൻസിക് പാത്വേൻ്റെ മോണിറ്ററിങ്ങിന് ടെസ്റ്റ് ചെയ്യാനാണ്. അകത്ത്, സോ ഇൻട്രിൻസിക് പാത്വേ അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെക്കാറുള്ളത്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ മോണിറ്റർ ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഇൻട്രാവീനസ്ലി നമ്മൾ കൊടുക്കുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോ എന്ന് പറയുമ്പോൾ ഓറൽ, അകത്ത് ഇൻട്രാവീനസ്ലി കൊടുക്കുന്ന ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി എ പി ടി ടി ചെയ്യാം. സോ ഒന്നും കൂടി പറയാം, ബ്ലീഡിങ് ടൈമിൽ നമ്മൾ എന്താ മോണിറ്റർ ചെയ്യുന്നത്, പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷനാണ്. ക്ലോട്ടിംഗ് ടൈമിൽ ഓവറോൾ ക്ലോട്ടിംഗ് ആണ്. പ്രോത്രോംബിൻ ടൈമിൽ നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ ആണ്. സോ അപ്പോൾ നിങ്ങൾ എന്ത് നോക്കുക, എക്സ്ട്രിൻസിക് പാത്വേയിലുള്ള കോയാഗുലേഷൻ ഫാക്ടർ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അവരെയൊക്കെ മോണിറ്റർ ചെയ്യാനാണ് പ്രോത്രോംബിൻ ടൈം. ചിലപ്പോൾ നിങ്ങളടുത്ത് പ്രോത്രോംബിൻ ടൈം ചോദിച്ചിട്ട് എക്സ്ട്രിൻസിക് പാത്വേന് പകരം അതിലുള്ള കോയാഗുലേഷൻ ഫാക്ടറുടെ പേരുകൾ തരും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. പിന്നെ അതുപോലെ ഓറൽ ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ടുള്ള വാർഫാറിനൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എ പി ടി ടി ആണെങ്കിൽ ഇൻട്രിൻസിക് പാത്വേയിലുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്. സോ ഹെപ്പാരിൻ ഇൻട്രാവീനസ് ആയിട്ടുള്ള കൊടുക്കുന്ന ആൻറ്റി കോയാഗുലൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. ഹെപ്പാരിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഓരോന്ന് പ്രൊലോങ്ഡ് ആയിട്ടുള്ള കേസ്. ഇപ്പോൾ നമുക്കറിയാം ബി ടി എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ നോക്കുന്നതാണ്. സോ ബി ടി എപ്പോഴായിരിക്കും പ്രൊലോങ്ഡ് ആയിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിസോർഡർ ആയിട്ടുള്ള ത്രോംബോസൈറ്റോപീനിയ, വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്, ഗ്ലാൻസ്പാൻ ത്രോംബസ്തനിയ, അതേപോലെ വാസ്കുലാർ ഡിസോർഡർ, ബ്ലഡ് വെസൽസിൻ്റെ ഡിസോർഡേഴ്സിന് ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു ഡ്രഗ് ആണ് അല്ലേ. ഈ ആസ്പിരിൻ നമ്മളുടെ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ആസ്പിരിൻ യൂസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ കേസിൽ എന്തായിരിക്കും, ബി ടി പ്രൊലോങ്ഡ് ആയിരിക്കും. ബ്ലീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ നോക്കുന്നതാണ്. സോ പ്ലേറ്റ്ലെറ്റ് ഡിസോർഡർ ആയിട്ടുള്ള ത്രോംബോസൈറ്റോപീനിയ, വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്, ഗ്ലാൻസ്പാൻ ത്രോംബസ്തനിയയിലൊക്കെ കൂടും. വാസ്കുലാർ ഡിസോർഡേഴ്സിൽ, ബ്ലഡ് വെസൽസിൻ്റെ ഡിസോർഡേഴ്സിൽ ബി ടി കൂടും. ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും ബ്ലീഡിങ് ടൈം കൂടുതലായിരിക്കും, പ്രൊലോങ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് CT ക്ലോട്ടിംഗ് ടൈം.
ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നമ്മൾ കോയാഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിലൊക്കെ ഈ ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആയിരിക്കും. മെയിൻലി ഹീമോഫിലിയ എ എന്ന് പറയുന്നത് ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസിയാണ്. അതേപോലെ ഹീമോഫിലിയ ബി ഫാക്ടർ 9ൻ്റെ ഡെഫിഷ്യൻസിയാണ്. സോ ഹീമോഫിലിയ എ, സിവിയർ ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസിൻ്റെ കേസിൽ, ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലൻ DICൻ്റെ കേസിൽ, ആൻറ്റി കോയാഗുലൻ്റ് ഇപ്പോൾ ഓറൽ ആയിക്കോട്ടെ ഇൻട്രാവീനസ് ആയിക്കോട്ടെ ഏതെങ്കിലും ആൻറ്റി കോയാഗുലൻ്റ് യൂസ് ചെയ്യുന്ന കേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ CT പ്രൊലോങ്ഡ് ആണ്. ഹീമോഫീലിയൻ്റെ കേസിൽ, സിവിയർ ഫൈബ്രിനോജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന കേസിൽ, ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ്റെ കേസിൽ, ആൻറ്റി കോയാഗുലൻ്റ് ഏതെങ്കിലും ഓവറലോ ഇൻട്രാവീനസ്ലി ആൻറ്റി കോയാഗുലൻ്റ് നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന കേസിലൊക്കെ നമ്മൾ ക്ലോട്ടിംഗ് ടൈം പ്രൊലോങ്ഡ് ആവുന്നതാണ്. ഓക്കെ, അടുത്തത് PT പ്രോത്രോംബിൻ ടൈം പ്രൊലോങ്ഡ് ആവുന്ന കേസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കോയാഗുലേഷൻ ഫാക്ടറാണ് 2, 7, 9, 10. ഇത് പഠിച്ചു വെക്കണേ. സോ ഇതൊക്കെ എവിടെയായിരുന്നു വരുന്നത്? 2, 7 എന്ന് പറയുന്നത് 7 വരുന്നത് മെയിൻലി നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ ആയിരുന്നു അല്ലേ. സോ അതുകൊണ്ട് വൈറ്റമിൻ കെൻ്റെ ഡെഫിഷ്യൻസി നോക്കാൻ വേണ്ടിയിട്ട് ലിവർ PT എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രിൻസിക് പ്ലസ് കോമൺ പാത്വേ ഉണ്ട് കേട്ടോ. എക്സ്ട്രിൻസിക് പ്ലസ് കോമൺ പാത്വേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ ലിവറാണ് മെയിൻലി കോയാഗുലേഷൻ ഫാക്ടർ മെയ്ഡ് ചെയ്യുന്നത്, കോയാഗുലേഷൻ ഫാക്ടറിനെ സിന്തസൈസ് ചെയ്യുന്നത്. സോ ലിവർ ഡിസീസ്, വാർഫാരിൻ തെറാപ്പി ഓൾറെഡി നമ്മൾ പറഞ്ഞു. വാർഫാരിൻ തെറാപ്പിൻ്റെ കേസിൽ, DIC ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ്റെ കേസിലൊക്കെ PT പ്രൊലോങ്ഡ് ആവും. APTT പ്രൊലോങ്ഡ് ആവുന്നതോ യെസ് നമ്മൾ ആ ക്ലോട്ടിംഗ് ടൈം പഠിക്കുക. സോ അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ക്ലോട്ടിംഗ് ടൈമിൽ ഹീമോഫീലിയ എൻ്റെയും ഹീമോഫീലിയ ബിയും നമുക്കറിയാം ഫാക്ടർ 8ഉം ഫാക്ടർ 9ഉം. ഫാക്ടർ 8ഉം ഫാക്ടർ 9ഉം വരുന്ന ഇൻട്രിൻസിക് പാത്വേയിലായിരുന്നു അല്ലേ. ഇൻട്രിൻസിക് പാത്വേൻ്റെ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് APTT ആണ്. സോ ഫോർ ഹീമോഫീലിയ എയിലും ഹീമോഫീലിയ ബിയിലും രണ്ടിലും APTT പ്രൊലോങ്ഡ് ആവുന്നു. സോ അതൊരു X ലിങ്ക്ഡ് ഡിസോർഡർ ആയിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ അത് റിലേറ്റഡ് ആയിരുന്നു. യെസ്, വോൺ വില്ലിബ്രാൻഡ് ഡിസീസിൻ്റെ കേസിൽ, ലൂപ്പസ് ആൻറ്റികോയാഗുലൻ്റിൻ്റെ കേസിൽ, ഹെപ്പാരിൻ തെറാപ്പിൻ്റെ കേസിൽ, സിവിയർ ലിവർ ഡിസീസ് ഓർ DICൻ്റെ കേസിലൊക്കെ എന്ത് വരുന്നത് കോമൺ ആണ്. ഈ ലിവർ ഡിസീസും DICൻ്റെ കേസിൽ APTT പ്രൊലോങ്ഡ് ആവുക എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻലി ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. ഓക്കെ, next question. A patient is suspected of having hemolytic anemia. Numerous spherocytes are present in blood smear and the reticulocyte is 18%. What test should be to determine whether it is a autoimmune process? Option A, direct antiglobulin test. Option B, osmotic fragility test. Option C, urine analysis. Option D, serum bilirubin. Correct answer ഏതാണ്? ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞു അല്ലേ. ഹിമോലൈറ്റിക് അനീമിയ ആണ്, അത് ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ ആണ്. സോ ബ്ലഡ് സ്മിയറിൽ റെറ്റിക്കുലോസൈറ്റും ഉണ്ട് സ്ഫീറോസൈറ്റും ഉണ്ട്. ഓക്കെ, കൂടുതലാണ്. സോ ഇത് നമ്മളെങ്ങനെ കൺഫേം ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ അതിന് ചെയ്യുന്നത് D80 ആണ്, ഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റാണ്. എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ എന്ന് പറയും? ഓട്ടോ സെൽഫ് ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ. ഹിമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെല്ല് ഡിസ്ട്രക്റ്റ് ആയിട്ട് വരുന്ന അനീമിയ. എങ്ങനെയാണ് ബ്ലഡ് സെല്ല് ഡിസ്ട്രക്ട് ചെയ്യുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ ഈ ഒരു RBCക്കെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മളുടെ RBCക്കെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സെല്ലിനെ നശിപ്പിക്കുക. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ വാം ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ ഉണ്ട്, കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് പറഞ്ഞ 2 ടൈപ്പ് വരുന്നുണ്ട്. സോ അത് നമ്മളിങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എന്തായാലും ഹിമോലൈറ്റിക് അനീമിയ ആണ് അല്ലേ. സോ അതുകൊണ്ട് എന്താണ്, HB കുറയും. RBC ലൈസായിട്ട് HB അനീമിയ ഉണ്ടാവും, പ്ലസ് റെറ്റിക്കുലോസൈറ്റ് ഉണ്ടാവും. റെറ്റിക്കുലോസൈറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? RBC ഡിസ്ട്രക്റ്റായി അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എറിത്രോപോയസിസ് നടന്നിട്ട് കൂടുതലായിട്ട് RBC പ്രൊഡക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് റെറ്റിക്കുലോസൈറ്റ് നമ്മൾ ബ്ലഡ് സ്മിയറിൽ കാണും. ഓക്കെ, അത് റെറ്റിക്കുലോസൈറ്റ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തേത് എന്താണ്? സ്ഫീറോസൈറ്റ് ഉണ്ടാവും. സ്ഫീറോസൈറ്റ് കാണുന്നത് നമ്മൾ വാം ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയൻ്റെ കേസിലാണ്. വാം ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ IgG ആൻറ്റിബോഡി കോസ് ചെയ്യുന്നതാണ് കേട്ടോ. IgG ആൻറ്റിബോഡി കോസ് ചെയ്യുന്നതാണ്. സോ അതുപോലെ തന്നെ അഗ്ലൂട്ടിനേഷനും ഉണ്ടാവും. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുമ്പോൾ
അത് കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഹിമോളൈറ്റിക് അനീമിയയിലാണ്. അത് കോഴ്സ് ചെയ്യുന്ന IgM ആൻറ്റിബോഡിയാണ്. നമുക്കറിയാം വാം ആൻറ്റിബോഡിയാണ് IgG ആൻറ്റിബോഡി, കോൾഡ് ആൻറ്റിബോഡിയാണ് IgM ആൻറ്റിബോഡി എന്ന് പറയുന്നത്. കാരണം IgG 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അധികം ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ലെസ് ദാൻ 37 20 റൂം ടെമ്പറേച്ചറിലൊക്കെയാണ് IgM ആൻറ്റിബോഡി ആക്ട് ചെയ്യുന്നത്. സോ IgG എന്ന് പറയുമ്പം സ്ഫീറോസൈറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് നമ്മളുടെ RBCൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്തിട്ട് ജസ്റ്റ് സെൻസറ്റൈസേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ കോൾഡ് ആണെങ്കിൽ അഗ്ലൂട്ടിനേഷൻ ആയിട്ട് തന്നെ കാണാൻ പറ്റും. RBCൻ്റെ ഉള്ളിൽ RBCനെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ റെറ്റിക്കുലോസൈറ്റും കാണാം, സ്ഫീറോസൈറ്റും കാണാം, ഇപ്പോൾ അതുപോലെ അഗ്ലൂട്ടിനേഷൻസും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് DAT, ഡയറക്റ്റ് കൂം ടെസ്റ്റ്. കാരണം നമ്മളുടെ ബോഡിയിൽ എന്തുണ്ടാവും, RBCൻ്റെ മുകളിൽ ഓൾറെഡി ഈ ആൻറ്റിബോഡി സെൻസറ്റൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ നമ്മൾ AHG ഡയറക്റ്റ് ആയിട്ട് AHG റിയേജൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഗ്ലൂട്ടിനേഷൻ തരും. ഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻ വൈവോ ആയിട്ടുള്ള സെൻസറ്റൈസേഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ്. നമ്മൾ ആ ബോഡിൻ്റെ ഉള്ളിൽ ആൻറ്റിബോഡി RBCൻ്റെ മുകളിൽ സെൻസറ്റൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമോ ഓട്ടോ ഇമ്മ്യൂൺ ഹിമോളൈറ്റിക് അനീമിയയിൽ നമ്മളുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി പോയിട്ട് RBCൻ്റെ മുകളിൽ റിയാക്ട് ചെയ്യാണ്. 2 ടൈപ്പ് ഉണ്ട്. ചിലത് RBCൻ്റെ മുകളിൽ ജസ്റ്റ് ബൈൻഡ് ചെയ്യുന്നു. IgG ടൈപ്പ് അങ്ങനെയായിരിക്കും. IgM ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അഗ്ലൂട്ടിനേഷൻ കോസ് ചെയ്തിട്ടുണ്ടാവും. സോ അപ്പോൾ DAT ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇങ്ങനെ സെൻസറ്റൈസ്ഡ് ആയിട്ടുള്ള RBC ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബിലിറുബിൻ ഓൾറെഡി ഹിമോളൈറ്റിക് അനീമിയ ഉണ്ടോതും ബിലിറുബിൻ കൂടും. അതേപോലെ LDH, നമ്മളെ ഹീമോളൈസിസിൻ്റെ ഒരു മാർക്കറാണ് LDH, ലാക്ടേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്നത്. സോ അതും കൂടും. പിന്നെ ഹാപ്റ്റോഗ്ലോബുലിൻ കുറയും. കാരണം ഈ ഹാപ്റ്റോഗ്ലോബുലിൻ ഫ്രീ ആയിട്ടുള്ള ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഹാപ്റ്റോഗ്ലോബുലിൻ കുറയുന്നുണ്ട്. സോ ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹിമോളൈറ്റിക് അനീമിയൻ്റെ ബ്ലഡ് പിക്ചർ മീൻസ് ലാബ് ഡയഗ്നോസിസ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞത്, സ്ഫീറോസൈറ്റും ഉണ്ട്, അതേപോലെ റെറ്റിക്കുലോസൈറ്റ്സും ഉണ്ട്. സോ അത് നമ്മൾ ഏത് ടെസ്റ്റ് വെച്ച് കൺഫേം ചെയ്യുന്നുള്ളത്, നമുക്ക് DAT ഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ് വെച്ച് കൺഫേം ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽസ് വിത്തൗട്ട് ന്യൂക്ലിയസ് ഇൻ ബ്ലഡ് ആർ ഓപ്ഷൻ A എറിത്രോസൈറ്റ്, ഓപ്ഷൻ B ലിംഫോസൈറ്റ്, ഓപ്ഷൻ C മോണോസൈറ്റ്, ഓപ്ഷൻ D ന്യൂട്രോഫിൽ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ A എറിത്രോസൈറ്റ്സ് ആണ് അല്ലേ. മെച്ചുവർ ആയിട്ടുള്ള RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. ബാക്കി ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ കൊടുത്ത ലിംഫോസൈറ്റിലായിക്കോട്ടെ, മോണോസൈറ്റിലായിക്കോട്ടെ, ന്യൂട്രോഫിൽസിലായിക്കോട്ടെ, എല്ലാത്തിലും ന്യൂക്ലിയസിറ്റഡ് സെല്ലാണ്. RBC എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലാണ്. അതിൻ്റെ ഫസ്റ്റ് ഇമ്മച്ചുവർ ആയിട്ടുള്ള സ്റ്റേജിൽ ന്യൂക്ലിയസ് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ അത് പിന്നെ മെച്ചുവർ ആകുമ്പോഴേക്കും ആ ന്യൂക്ലിയസ് കംപ്ലീറ്റ് പോകുന്നുണ്ട്. സോ RBCക്ക് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ് എന്ന് പറയാം. ഇനി അടുത്ത question, what cell shape is most commonly associated with increased MCHC? Option A trypanocyte, option B leptocyte, option C ovalocyte, option D spherocyte. ഏതാണ് കറക്റ്റ് ആൻസർ? ചോദ്യം എന്താണ്, MCHC കൂടുന്നത് ഇതിലേത് ടൈപ്പ് ഓഫ് സെൽസിലാണ്? യെസ്, സ്ഫീറോസൈറ്റിൻ്റെ കേസിലാണ് MCHC. MCHC എന്ന് പറഞ്ഞാൽ മീൻ കോർപ്പസ്കുലർ ഹിമോഗ്ലോബിൻ. മീൻ കോർപ്പസ്കുലർ ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഏവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഹിമോഗ്ലോബിൻ ഇൻ ഗിവൺ വോളിയം ഓഫ് RBCൻ്റെ ഗിവൺ വോളിയത്തിലുള്ള ഒരു ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. സോ അത് സ്ഫീറോസൈറ്റിൻ്റെ കേസിലാണ് കൂടുന്നത്. സ്ഫീറോസൈറ്റിൻ്റെ കേസിൽ മാത്രമല്ല, എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഹിമോളൈറ്റിക് അനീമിയ, നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഹിമോളൈറ്റിക് അനീമിയയിലും സ്ഫീറോസൈറ്റ് ഉണ്ട് എന്നുള്ളത് അല്ലേ. സോ അതുപോലെ സിവിയർ ബേണിൻ്റെ കേസിൽ, ഡീഹൈഡ്രേഷൻ്റെ കേസിൽ വോളിയം, നമ്മൾ ബ്ലഡ് വോളിയം കുറയുന്നുണ്ട് അല്ലേ. സോ എന്നിട്ട് HB കോൺസെൻട്രേഷൻ, നമ്മൾ HB ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് HB ടു ദ വോളിയം ആണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കേസിലൊക്കെ MCHC എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. മെയിൻലി സ്ഫീറോസൈറ്റിൻ്റെ കേസിൽ, ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിലും സ്ഫീറോസൈറ്റ് വരുന്നുണ്ട്. ഓട്ടോഇമ്യൂൺ ഹീമോലൈറ്റിക് അനീമിയയിൽ എന്ത് വരുന്നുണ്ട്, സ്ഫീറോസൈറ്റ് വരുന്നുണ്ട്. സിവിയർ ബേണിൻ്റെ കേസിലും ഡീഹൈഡ്രേഷൻ്റെ കേസിലും അത് അതായത് ഹൈപ്പർ ക്രോമിക് ആയിട്ടുള്ള RBCയിലാണ്. മെയിൻലി ഹൈ MCHC വരുന്നത്. ഹൈപ്പോക്രോമിക് ആയിട്ടുള്ള RBCയിൽ ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ, താലസീമിയ, ക്രോണിക് ഡിസീസ് അനീമിയയിലൊക്കെ എന്താണ്, ലോ MCHC ആണ് വരുന്നത്. ഓക്കെ, സ്ഫീറോസൈറ്റിൻ്റെ കേസിലായിരിക്കും അധികം MCHC. ഹൈപ്പർ ക്രോമിക് ആയിട്ടുള്ള അനീമിയയിലായിരിക്കും, ഹൈപ്പർ ക്രോമിക് ആയിട്ടുള്ള RBCയിലായിരിക്കും MCHC കൂടുതലാവുന്നത്. ഓക്കെ, അപ്പോൾ കാരണം HBൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്.
Okay, last question. At which stage of RBC development hemoglobin first appear in the cell? Option A, pro-normoblast. Option B, early normoblast. Option C, intermediate normoblast. Option D, reticulocyte. കറക്റ്റ് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സ്റ്റേജിലാണ് HB ഹിമോഗ്ലോബിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. നമ്മൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എറിത്രോപോയസിസ് ദ ഫോർമേഷൻ ഓഫ് ആർ ബി സിയിലെ ഫസ്റ്റ് സ്റ്റേജ് ജസ്റ്റ് എറിത്രോപോയസിൻ്റെ സ്റ്റേജസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൻ്റെ മുന്നേ നമുക്ക് സ്റ്റേജസ് വരുന്നുണ്ട്. ഓക്കെ, പ്രോ എറിത്രോബ്ലാസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഏർലി എറിത്രോബ്ലാസ്റ്റ് ഓർ ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ പോളിക്രോമാറ്റിക് എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയും. അതാണ് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജ് പോളിക്രോമേഷ്യ കാണിക്കാൻ കാരണം ഈ HB ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നതുകൊണ്ടാണ്. പഠിച്ചു വെക്കുക, പോളിക്രോമേഷ്യ ഇവിടെ കാണാൻ കാരണം HB അപ്പിയർ ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് എന്ന് പറയും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയായിരുന്നു പോളിക്രോമാറ്റിക് എന്നായിരുന്നു ഓപ്ഷൻ ഉള്ളത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് എന്നാണ്. രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ ഓർത്തോക്രോമിക് നോർമോബ്ലാസ്റ്റ്. സോ ഓർത്തോക്രോമിക്കിൽ സൈറ്റോപ്ലാസം ജസ്റ്റ് റെഡിഷ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല കേട്ടോ. സോ അത് കഴിഞ്ഞാൽ പിന്നെ റെറ്റിക്കുലോസൈറ്റ് ആണ്. ജസ്റ്റ് അവിടെ ന്യൂക്ലിയസ് ഇല്ല. കാരണം ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഓർത്തോക്രോമിക് എറിത്രോബ്ലാസ്റ്റ് ആണ്. റെറ്റിക്കുലോസൈറ്റ് ജസ്റ്റ് RBC അല്ല, RNAൻ്റെ റെമനൻസ് മാത്രമേ കാണുള്ളൂ. അതല്ലാണ്ട് എന്തില്ല, ന്യൂക്ലിയസ് ആയിട്ടില്ല. ലാസ്റ്റ് മെച്ചൂർ. പ്രോ എറിത്രോബ്ലാസ്റ്റ്, ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ഓൾസോ കോൾഡ് ഏർലി എറിത്രോബ്ലാസ്റ്റ്, പോളിക്രോമാറ്റോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ഓൾസോ കോൾഡ് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്, ദെൻ ഓർത്തോക്രോമിക് എറിത്രോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ്, മെച്ചൂർ, RBC. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി നമുക്ക് ചെയ്യാം. താങ്ക് യു.